അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കർമ്മങ്ങൾ സംശുദ്ധമാക്കുക, ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് പറയാൻ പോകുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്കിങ്ങനെ വായിക്കാം: ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഇജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ലിദ്ദുനിയാ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഉഹാ ഫഇജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ബുഖാരിയിലെ ആദ്യത്തെ ഹദീസാണിത്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ മുസ്ലിമിലും ഇത് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ പറ്റും. 1907 ഹദീസായി മുസ്ലിം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏതൊരു കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുക അത് നീയത്തുകൾ കൊണ്ടാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, ഏതൊരു കാര്യത്തിനും അത് ഉദ്ദേശിച്ചതുണ്ട്. ഫമൻ കാനത് ഹിജ്റതുഹു, വല്ലൊരുത്തനും ഹിജ്റ പോയാൽ ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും മാർഗത്തിൽ, ലക്ഷ്യത്തിൽ ഹിജ്റ പോയാൽ ഫഇജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവൻ്റെ ഹിജ്റ അള്ളാഹുവിനും അവൻ്റെ പ്രവാചകർക്കും ഉള്ളതാണ്. വമൻ കാനത് ഹിജ്റതുഹു, വല്ല ഒരാളുടെയും ഹിജ്റ ആയാൽ ലിദ്ദുനിയാ യുസീബുഹാ, ഭൗതിക ജീവിതത്തിലെ വല്ലതും കരസ്ഥമാക്കാൻ വേണ്ടി ആയാൽ, അവിമ്രത്തിൻ യൻകിഹുഹാ, അതല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ ഉദ്ദേശത്തിലാണ് ഒരാൾ ഹിജ്റ പോകുന്നത് എങ്കിൽ ഫഇജ്റതുഹു, അവൻ്റെ ഹിജ്റ ഇലാ മാ ഹാജർ ഇലൈഹി, അവൻ എന്തു ലക്ഷ്യത്തിലാണോ ഹിജ്റ പോയത് ആ ലക്ഷ്യം അവൻ സാക്ഷാത്കരിക്കും. അതിന് പ്രതിഫലം ഉണ്ടായിരിക്കുന്നത് അല്ല എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഹിജ്റ പോകാൻ ഒരുങ്ങുകയാണല്ലോ. മക്കയിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹിജ്റ പോവുകയാണ്. സ്വഹാബികളെല്ലാം ഒറ്റയും തെറ്റയുമായും കൂട്ടമായും അല്ലാതെയുമായി ഹിജ്റ പോകുന്നു. ആ കൂട്ടത്തിൽ ഒരു സ്വഹാബിക്ക് ചെറിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതൊന്നുമല്ല, അദ്ദേഹം ആഗ്രഹിച്ചൊരു സ്ത്രീയെ വിവാഹം ചെയ്യണം. ആ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അദ്ദേഹത്തിന് എന്താണ്, ഹിജ്റ പോകുന്നു, അതോടൊപ്പം എന്തുണ്ട്, മോഹിച്ച സ്ത്രീയെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹവും ഉണ്ട്. ഇങ്ങനെ ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ഹിജ്റ പോകുന്നത് എങ്കിൽ അദ്ദേഹത്തിന് എന്തില്ല, പ്രതിഫലം ഇല്ല. അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് ആ ലക്ഷ്യം അദ്ദേഹം സാക്ഷാത്കരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. നമ്മൾ ചെയ്യേണ്ടത് എന്തിനാണ്, പാരത്രിക ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ എന്ത് സൽക്കർമ്മങ്ങളും ചെയ്യേണ്ടത്. ആളുകളെ ബോധിപ്പിക്കാനോ അതല്ല എങ്കിൽ മറ്റു ഭൗതിക ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനോ ഉദ്ദേശിച്ച് ഒരു കർമ്മവും നമ്മൾ ചെയ്യാൻ പാടുള്ളത് അല്ല. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഭൗതിക എന്ത് പാടില്ല, തൽപരത നമ്മുടെ സൽക്കർമ്മങ്ങളിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. കർമ്മം നന്നായിരിക്കണം, കർമ്മം നന്നായിരിക്കണം, ലക്ഷ്യം അതോടൊപ്പം ലക്ഷ്യവും നന്നാകണം. കർമ്മം നന്നായി ലക്ഷ്യം മറ്റൊന്നായാൽ എന്തായിരിക്കും അന്തിമം, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യമായി കൊള്ളണം എന്നില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ നമ്മുടെ കർമ്മവും ലക്ഷ്യവും നന്നായിരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ്. കർമ്മം നന്നായി സംശുദ്ധമല്ല എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എത്ര സംഭാവന ചെയ്തിട്ടും എത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടും ഒരു കാര്യവും ഇല്ല. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്നല്ലാഹ
നിശ്ചയമായും ജഗന്നിയന്താവായ അല്ലാഹു ലാ യൻളുറു ഇലാ അജ്സാമിക്കും, അല്ലാഹു നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ല, വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്കും നിങ്ങളുടെ വസ്ത്രങ്ങളിലേക്കും ഒന്നും അല്ലാഹു നോക്കുന്നില്ല, വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും, മറിച്ച് അല്ലാഹു സൃഷ്ടാവായ അല്ലാഹു നിങ്ങളെ നോക്കുന്നത് എങ്ങോട്ടാണ്? ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അപ്പൊ നിങ്ങളുടെ ഹൃദയം എത്രമാത്രം സംശുദ്ധമാണോ അതാണ് അല്ലാഹു നോക്കുന്നത്. നിങ്ങളുടെ കർമ്മങ്ങൾ എന്ത് എന്നുള്ളതല്ല. നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ നല്ല ശരീര മേക്കപ്പുള്ള ആളായിരിക്കാം, നല്ല ബോഡി ഷേപ്പുള്ള ആളായിരിക്കാം, പക്ഷേ അതൊന്നും അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല. മറിച്ച് നിങ്ങളുടെ ഹൃദയം സംശുദ്ധമാണോ എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്വീകരിക്കും. ഇതാണ് ഈ ഹദീസിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. ഭൗതിക താല്പര്യതയോടുകൂടി ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടുള്ളത് അല്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് ദുനിയാവും ചിലപ്പോൾ ലഭിച്ചു കൊള്ളണം എന്നില്ല, ആഖിറവും ലഭിച്ചു കൊള്ളണം എന്നില്ല. നമ്മൾ നിയ്യത്ത് നന്നാക്കുക, നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.